പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജനം വിധി എഴുതാൻ ഇനി 13 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ജില്ലകളിലെ തിരഞ്ഞെടുപ്പ് ചിത്രം വിവരിക്കുന്ന ഹൈ ഫൈവിന്റെ ഇന്നത്തെ അധ്യായം തെക്കൻ കേരളത്തിലെ മൂന്നാമത്തെ ജില്ലയായ പത്തനംതിട്ടയിൽ തന്നെയാണ്. ഏതായാലും വലിപ്പത്തിൽ ചെറുതാണ്. ഒരു 5 മണ്ഡലങ്ങൾ മാത്രമാണ് പത്തനംതിട്ടയിലുള്ളത്. പക്ഷേ അതുപോലെയല്ല പോരാട്ട വീര്യം. എല്ലാ മണ്ഡലത്തിലും ഇഞ്ചോടിഞ്ച് മത്സരം എന്ന് തന്നെ പറയാം. അത് ആറന്മുളയിൽ എത്തുമ്പോൾ കുറച്ചുകൂടി ഹൈ വോൾട്ടേജ് പോരാട്ടമൊക്കെ നമുക്ക് കാണാം. എന്തായാലും ഓരോ മണ്ഡലവും വിശദമായി തന്നെ നോക്കാം. കാരണം നമുക്കറിയാം, ഈ പത്തനംതിട്ടയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ആ രീതിയിൽ പറയുമ്പോൾ അതൊരു UDF ഒരു കോട്ടയാണ് പല കാലങ്ങളിൽ. പക്ഷേ ഈ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ അത് മുഴുവൻ ചുവന്ന 2019 ശേഷം ഇങ്ങോട്ട് ഒന്നും കിട്ടിയിട്ടില്ല. 2021 തെരഞ്ഞെടുപ്പിൽ അത് പൂർണ്ണമായും തന്നെ ഇടതുപക്ഷം നേടി എന്നത് മാത്രമല്ല, അതൊരു പക്ഷേ UDFന് വലിയ തിരിച്ചടി, ഒരുപക്ഷെ ഏറ്റവും മികച്ച വിജയം. നമ്മുടെ ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാം, ആകെ 5 എണ്ണമേ ഉള്ളൂ. ആ 5ഉം LDFനൊപ്പം തന്നെയാണ് കയ്യിലാണുള്ളത്. നമുക്ക് ഓരോ മണ്ഡലത്തെയും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. കാരണം ഈ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, എല്ലാ 2 രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു കാലത്തൊക്കെ നല്ല നേതാക്കളുള്ള ആ അർത്ഥത്തിൽ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ചില പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, മണ്ഡലങ്ങൾ ഒക്കെ തന്നെയാണ്. നമുക്ക് ആദ്യത്തെ ആറന്മുള, അവിടെ നിന്ന് തുടങ്ങാം. ഹൈ വോൾട്ടേജ് പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ആറന്മുളയാണ് ഏറ്റവും പ്രധാന മണ്ഡലം. ഇപ്പൊ നമ്മൾ എല്ലാ ജില്ലകളിലും ട്രയാങ്കിൾ ഫൈറ്റ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും പല മണ്ഡലങ്ങളായിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അതിൽ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു ട്രയാങ്കിൾ ഫൈറ്റ്, ഒരു ത്രികോണ മത്സരമൊക്കെ നടക്കുന്നു എന്ന് പറയുന്നത്, ഒരു പ്രവചനാതീത മത്സരമൊക്കെ നടക്കുന്നു എന്ന് പറയുന്നത് നിശ്ചയമായും അത് ഇന്നലെ പറയുമ്പോൾ കൊല്ലത്ത് പറഞ്ഞപ്പോൾ ചില മണ്ഡലങ്ങളിൽ 6ഓളം മണ്ഡലങ്ങളിൽ നിസാരമായ വോട്ടുകൾക്ക്, അല്ലെങ്കിൽ ആ പോരാട്ടം നിസാരമായ വോട്ടുകൾക്ക് സംഭവിക്കുന്ന മണ്ഡലം പലതുമുള്ള ജില്ലയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ടിന് ജയിച്ചുകൊണ്ട് ഒരുപക്ഷെ ആറന്മുള മണ്ഡലത്തെ കുറച്ചുകൂടി ഒരു കുറച്ച് കടുപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ തവണ വീണ ജോർജ്. കാരണം ആദ്യഘട്ടത്തിൽ വീണ ജോർജ് നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നേടി. 19,003 വോട്ടിനാണ് രണ്ടാം തവണ ജയിച്ചതിന് ശേഷം അവർ മന്ത്രിയാവുകയും ചെയ്തു. അബിൻ വർക്കി ഒരു മികച്ച മത്സരം നൽകും ഇത്തവണ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അബിൻ വർക്കി ആദ്യമായി ഇറങ്ങുകയാണ് ഒരു ഗോതയിൽ. ആ അർത്ഥത്തിൽ ഒരു മികച്ച മത്സരം. കുമ്മനം രാജശേഖരൻ BJP സ്ഥാനാർത്ഥി. അടുത്ത മണ്ഡലത്തിലേക്ക് നമുക്ക് പോകാം. ഓരോ മണ്ഡലവും വിശദമായി എടുത്തതിന് ശേഷം നമുക്ക് ആറന്മുളയിലേക്ക് തിരിച്ചു വരേണ്ടി വരും. കാരണം ആറന്മുള അത്രമാത്രം വിശദമായി നോക്കേണ്ടതും ഉണ്ട്. എന്തായാലും ഇനി അടുത്തത് റാന്നി നിയമസഭാ മണ്ഡലമാണ്. റാന്നിയിലേക്ക് വരുമ്പോൾ റാന്നിയിലെ കാഴ്ച നിലവിലെ സിറ്റിംഗ് MP എന്ന് പറഞ്ഞ പ്രമോദ് നാരായണനാണ്. അദ്ദേഹം തന്നെയാണ് ഇത്തവണയും കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി റാന്നിയിൽ നിന്നും ജനവിധി തേടാൻ പോകുന്നത്. പഴകുളം മധുവാണ് അവിടെ ഒരു ഫൈറ്റ് കൊടുക്കാനായി കോൺഗ്രസ് നിർത്തിയിരിക്കുന്നത്. ഒപ്പം തോമസ് കെ സാമുവൽ ആണ്. 2020 ആണ് അവിടെ 2020 സ്ഥലമാണ് റാന്നി. ഒരു പരിപാടിക്ക് വേണ്ടി പ്രമോദ് നാരായണന്റെ ഒരു പരിപാടിക്ക് വേണ്ടി അവിടെ പോയിട്ടുണ്ട് ഈ അടുത്തിടയ്ക്ക്. അതാ ഞാൻ പറഞ്ഞു, ഇപ്പം ഈ റാന്നി നിയമസഭാ മണ്ഡലത്തിലൊക്കെ നമ്മൾ ഓരോ ഇപ്പൊ നമുക്ക് അറിയില്ല എങ്ങനെയായിരിക്കും ജനം വിധി എഴുതുന്നത്. പക്ഷേ റാന്നിയിലേക്ക് ഒരു എഡ്ജ് ഇപ്പോഴും പ്രമോദ് നാരായണനൊപ്പമാണ്. കാരണം അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. പ്രമോദിന്റെ രസകരമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രവും. കാരണം അദ്ദേഹം SFIയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വരികയും ആ തരത്തിൽ വളർന്നു വരികയും ചെയ്ത ഒരാളാണ്. പിന്നീട് തിരിച്ച് അദ്ദേഹം കേരള കോൺഗ്രസിലേക്ക് പോവുകയും അത് കേരള കോൺഗ്രസ് തിരിച്ച് പഴകുളം മധു ആകട്ടെ സജീവമായി തന്നെ കോൺഗ്രസിന്റെ ആളാണ്. തോമസ് കെ 2020 ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡീൽ ആരോപണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ജില്ല കൂടിയാണ്. പിന്നെ നമ്മളിപ്പം ഈ ആറന്മുളയൊക്കെ പറയുന്ന പോലെ തന്നെ ഈ വളരെ ചെറിയൊരു സ്ഥലം കൂടിയാണ് റാന്നി മണ്ഡലം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. അത്രയും ഒരു വിശാലാർത്ഥത്തിലൊന്നും ജനസംഖ്യയുടെ കാര്യത്തിൽ പറയുമ്പോൾ പ്രത്യേകിച്ച് എന്തായാലും റാന്നിയിൽ ആ അർത്ഥത്തിൽ ഒരു മികച്ച പോരാട്ടം തന്നെ. നമുക്ക് തിരുവല്ലയിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ? തീർച്ചയായും തിരുവല്ല റാന്നി കഴിഞ്ഞു, ഇനി അടുത്തത് തിരുവല്ലയാണ്. ഒരു സോഷ്യലിസ്റ്റ് മണ്ഡലം, സ്ഥിരമായി സോഷ്യലിസ്റ്റ് പാർട്ടി ജയിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയാം. അദ്ദേഹത്തിന്റെ പാർട്ടി എന്തായാലും പാർട്ടിയുടെ പേര് മാറി എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണ ISJD ആയി മാറിയിട്ടുണ്ട്. എന്തായാലും മാത്യു ടി തോമസ് ഇത്തവണയും മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ 11,000-ൽ മുകളിൽ ജയിക്കാൻ സാധിച്ചു. ഇത്തവണ വർഗീസ് മാമന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ UDF നടത്തുന്നുണ്ട്. അതിന്റെ അർത്ഥം UDF രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇത്തവണ അത് തിരുവല്ല പിടിച്ചെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അനൂപ് ആന്റണിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ BJPയുടെ ഒരു ന്യൂനപക്ഷ മുഖം എന്ന തരത്തിൽ വളരെ സജീവമായി തന്നെ ഇടപെടുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലൊക്കെ ആ ഇടപെടൽ എന്നതാണ്. അത് തുടക്കത്തിൽ തന്നെ ഇടപെടുക, അത് പരിഹരിക്കാൻ നിൽക്കുക, സഭാ വോട്ടുകൾ ഞങ്ങളിൽ നിന്ന് പോകുന്നില്ല എന്ന് ഉറപ്പാക്കുക. ആ തരത്തിൽ സഭയുമായുള്ള ഒരു ഇടനിലക്കാരൻ എന്ന് തന്നെ പറയാം. ആ അർത്ഥത്തിൽ നമുക്ക് സജീവമായി തന്നെ
എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂനപക്ഷങ്ങൾക്ക് വളരെയേറെ തീർച്ചയായും ആ അർത്ഥത്തിൽ നമുക്കറിയാം അത് ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം അവിടെ. നിലവിലെ എഡ്ജ് നമ്മൾ നോക്കിയാൽ അത് മാത്യു ടി തോമസിന് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ അറിയില്ല എങ്ങനെയാണെന്ന്. ഈ നമ്മൾ പറഞ്ഞ പോലെ ടീം UDF 100 സീറ്റ് തേടി വരണമെങ്കിൽ ഇവിടെയൊക്കെയും ചിത്രങ്ങൾ മാറി. ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി PJ കുര്യൻ സംസാരിച്ചത് വർഗീസ് മാമന്റെ പരിപാടിയാണ്. അതായത് പ്രധാന നേതാക്കളൊക്കെ ഇറങ്ങിക്കൊണ്ട് ആ ഒരു പ്രചാരണം അവിടെ നടക്കുന്നുണ്ട് എന്നതാണ്. അപ്പൊ ഇനി തിരുവല്ല കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പോകുന്നത് വളരെ വലിയൊരു മത്സരം നടക്കുന്ന CPIയുടെ ഒരു കോട്ടയായി കഴിഞ്ഞ കുറച്ച് നാളുകളായെങ്കിലും നിൽക്കുന്ന ഒരു സ്ഥലമാണ് അടൂർ. പക്ഷെ അവിടെ ശ്രദ്ധേയമാകുന്ന കാര്യം ഈ കഴിഞ്ഞ തവണ ചിറ്റയം ഗോപകുമാർ ജയിച്ച വോട്ട് അത് എടുത്തു പറയണം. 2919 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് ഗോപകുമാർ തുടർച്ചയായി മൂന്നാമത്തെ തവണ ജയിച്ചതിന് ശേഷമാണ് ഒരു സ്ഥാനാർത്ഥി മാറ്റം എന്തായാലും തീരുമാനിച്ചത്. പക്ഷെ ആ വോട്ട് കൂടി അതിന്റെ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ. കാരണം ഇനി പ്രിജി കണ്ണൻ അവിടെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്തായാലും CPI ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. പ്രിജി കണ്ണൻ CPIക്ക് വേണ്ടി CV ശാന്തകുമാർ അത് ദളിത് കോൺഗ്രസിന്റെ ഭാഗമായിട്ടൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് പന്തളം പ്രതാപൻ. പ്രത്യേകിച്ച് അടൂരിലെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വലിയ ഒരു നാട്ടുകാരൻ കൂടിയാണ്. ആ ഒരു മെച്ചം കൂടി ഈ പ്രതാപൻ ഉണ്ട് അവിടെ ആ അർത്ഥത്തിൽ പ്രചാരണ ഘട്ടങ്ങളിലൊക്കെ. പക്ഷേ അവിടെ എന്തായാലും പോരാട്ടം അത് കോൺഗ്രസും CPIയും തമ്മിൽ തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ശബരിമല വിഷയമൊക്കെ വന്നതിന് ശേഷം അത് പത്തനംതിട്ട ജില്ലയിലെ BJP വോട്ട് ഷെയർ ഏത് രീതിയിൽ പോകും? നമ്മൾ ഈ 2919 വോട്ട് എന്ന് പറയുമ്പോൾ BJP പിടിക്കുന്ന വോട്ട് അത് രണ്ടുപേരുടെയും നിർണായകമാവുകയും ചെയ്യും. അപ്പം അടൂര് കഴിഞ്ഞാൽ പിന്നെ അവിടുള്ളത് കോന്നിയാണ്. ഇത്തവണ കോന്നിയൊക്കെ സജീവ ചർച്ചയായിരുന്നു. കാരണം അടൂർ പ്രകാശ് തിരികെ വരുന്നു എന്നും കോന്നിയിൽ നിൽക്കുന്നു എന്നും പറഞ്ഞ വാർത്തകളൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഒരുപക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ദിവസങ്ങളില്ല പട്ടിക വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ആ തീരുമാനം തന്നെ വന്നത്. എന്തായാലും K ജനീഷ് കുമാർ അവിടെ ജനകീയമായി തന്നെ പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷവും വലിയ ഭൂരിപക്ഷത്തിലൊന്നും ജയിച്ചതല്ല. 1508 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം കഴിഞ്ഞ തവണ ജയിച്ചത്. ഒരിക്കൽ ഉപതെരഞ്ഞെടുപ്പിൽ കൂടി 2019 ജയിക്കുകയും ചെയ്തു. സതീഷ് കൊച്ചുപറമ്പിൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അടൂർ പ്രകാശിനെ മാറ്റി നിർത്തി അടൂർ പ്രകാശ് തന്നെ വരുമെന്ന് കരുതിയെങ്കിൽ കൂടി അവസാന ഘട്ടത്തിലാണ് എത്തിയത്. നേരത്തെ തന്നെ ഒരു പ്രചാരണം തുടങ്ങാനൊന്നും സാധിക്കാത്ത ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. നമുക്കറിയാം UDFന്റെ പല സ്ഥാനാർത്ഥികളും വളരെ നേരത്തെ തന്നെ പ്രചാരണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇവിടെയും ഇതാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധേയമാകുന്നത്. കോന്നി മണ്ഡലം K സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലമാണ്. അത് കഴിഞ്ഞ തവണ 2 മണ്ഡലത്തിൽ മത്സരിക്കുമ്പോഴാണ് എങ്കിൽ കൂടി അതെ മഞ്ചേശ്വരം കോന്നി പ്രത്യേകിച്ച് ഒരു BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു മണ്ഡലത്തിൽ നിങ്ങൾ BDJSന് സീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാണ് UDF ഇപ്പോൾ LDFനെ ഈ തരത്തിൽ നമ്മൾ ഒരു ഡീൽ ആരോപണം പറയുന്നത്. പക്ഷേ ആ ആരോപണം സത്യമാണോ എന്ന് തെളിയിക്കാൻ അത് ഒരു എഡ്ജ് എന്തായാലും ജനീഷ് കുമാറിനുണ്ട്. നമുക്കറിയാം ജനീഷ് കുമാർ 2019 മുതൽ 2026 വരെ കഴിഞ്ഞ 6 വർഷമായിട്ട് മണ്ഡലത്തിൽ സ്ഥിരമായി ജയിക്കുകയും അതേപോലെ തന്നെ കൃത്യമായി വികസന പ്രവർത്തനം നടത്തുകയും ഒരു നെഗറ്റീവും ഇല്ലാത്ത ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. എന്തായാലും നമുക്കറിയാം അത് ചിറ്റയം ഗോപകുമാർ ഒഴികെ 4 MLA-മാരും മത്സരിക്കുന്നു എന്നത് തന്നെയാണ് ഈ പത്തനംതിട്ടയുടെ പ്രത്യേകത. ആ MLA-മാരെയാണ് സത്യത്തിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് 5 സീറ്റിൽ എന്തെങ്കിലുമൊക്കെ UDFന് പിടിച്ചില്ല എങ്കിൽ അത് ഈ ഭരണത്തിനെ തന്നെ ബാധിക്കുന്ന കാര്യത്തിലും. കാരണം അവർ വലിയ പ്രതീക്ഷ പുലർത്തുന്ന ഒരു ജില്ല എന്നത് കൂടിയുണ്ട് പത്തനംതിട്ട. നമ്മൾ തുടക്കത്തിൽ രുജേഷ് രവീന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ പത്തനംതിട്ട വളരെ ചെറിയ ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ മണ്ഡലങ്ങളുടെ എണ്ണവും പരിമിതമാണ്. 5 എണ്ണമേ ഉള്ളൂ. ആ 5 എണ്ണവും നമ്മൾ പറഞ്ഞു. പക്ഷേ